വാൽമീകിയുടെ അഹല്യയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ അഹല്യ ദേവേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുവെന്നും അതിൽ സ്വാഭാവികമായും ക്ഷുഭിതനായ അഹല്യയുടെ ഭർത്താവ് ഗൗതമ മുനി അഹല്യയെ കല്ലായിപ്പോട്ടെ എന്ന് ശപിച്ചുവെന്നും ശ്രീരാമൻ വന്ന് കാൽ തൊടുന്ന നാൾ നിനക്ക് തിരിച്ച് സ്വജീവിതത്തിലേക്ക് വരാമെന്നും ഒക്കെ ശാപമോക്ഷവും കൊടുത്തു എന്നൊക്കെയാണ് പരക്കെ നമ്മൾ വിശ്വസിക്കുക പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കഥ. ഇത് കവികൾ മുതൽ സിനിമാ പാട്ടെഴുത്തുകാരൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അനുജൻ്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശിലയിൽ അമർത്തിച്ചവിട്ടു എന്ന് അഗസ്ത്യഹൃദയം എന്ന കവിതയിൽ മധുസൂദനൻ നായർ. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു സിനിമാ പാട്ടുമൊക്കെയുണ്ട്. അപ്പോൾ അഹല്യ കല്ലായി കിടന്നിരുന്നു, ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. സ്റ്റിൽ അഹല്യ പഞ്ചകന്യകമാരിൽ ഒരാളാണ് താൻ. അതാണ് അഹല്യയുടെ മഹത്വം. ഹലം എന്ന് വെച്ചാൽ ഡിഫക്റ്റ് എന്ന അർത്ഥത്തിലാണ് അവിടെ അഹല്യ എന്ന് പേര് കൊടുത്തത്. ബ്രഹ്മാവ് ഒരുപാട് സൃഷ്ടികൾ നടത്തി. അതിൽ യാതൊരു തെറ്റുകുറ്റവും വരാത്ത രീതിയിൽ, ഹലമില്ലാത്ത രീതിയിൽ അഹല്യ എന്ന് പേര് കൊടുത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ച സ്ത്രീരൂപമാണ് അഹല്യ. ഈ അഹല്യ കല്ലായിരുന്നോ എന്നുള്ളതാണ് ഹരിയേട്ടൻ ഈ വാൽമീകിയുടെ അഹല്യ എന്ന് പറഞ്ഞതിലൂടെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഗൗതമ മുനിയുടെ കുടിൽ ഇവർ കാണുന്നത് ഒരു പ്രത്യേക സമയത്താണ്. അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് സിദ്ധാശ്രമത്തിലെ യശസ്കരമായ യജ്ഞസംരക്ഷണവും കഴിഞ്ഞ് രാമലക്ഷ്മണന്മാർ ജനക മഹാരാജാവിന് ദേവഗണം സമ്മാനിച്ച മഹാധനുസ് കാണാനുള്ള കൗതുകത്തോടെ വിശ്വാമിത്രൻ്റെയും മറ്റു മഹർഷിമാരുടെയും കൂടെ മിഥിലയിലേക്ക് പുറപ്പെട്ടു. മിഥിലയിലേക്ക് പോവുകയാണ്. ശുഭനഗരിയായ മിഥിലയുടെ അതിർത്തിക്കുള്ളിൽ കാലുകുത്തി ഏറെ നേരം പോകും മുമ്പേ അവർ വഴിക്കരികെ ഒരാശ്രമം കണ്ടു. അത് പുരാണവും നിർജ്ജനവുമായിരുന്നു. വളരെ പഴയത്, പക്ഷേ ആരുമില്ല, നിർജ്ജനം ആണ്. എങ്കിൽ പോലും രമ്യമായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. ആളില്ല, വളരെ പഴയതുമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗി. അത് കണ്ണിൽപ്പെട്ട രാമൻ മഹർഷിയോട് ചോദിച്ചു, മഹാത്മൻ, കണ്ടാൽ ഏതോ മുനിയുടെ ആശ്രമം പോലെയുണ്ടല്ലോ. മുനി വേണ്ടെന്ന് വെച്ച് പോയതുപോലെ തോന്നുന്നു. ആരുടേതായിരുന്നു ഈ പാർപ്പിടം? ഇതാണ് രാമൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നത്. വിശ്വാമിത്രൻ പറയുന്നു, രാമ, ഗൗതമ മുനിയുടേതായിരുന്നു ഈ ആശ്രമം. ദേവന്മാർക്ക് പോലും പൂജ്യനായിരുന്ന ഗൗതമ ദിവ്യാത്മാവ് ഭാര്യയായ അഹല്യയുടെ കൂടെ ഒരു കാലത്ത് അതിൽ താമസിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കൊരു നാൾ മുനി ദൂരത്തെവിടെയോ പോയിരുന്നപ്പോൾ ശചീദേവിയുടെ ഭർത്താവായ സഹസ്രാക്ഷൻ, അതായത് ഇന്ദ്രൻ, ഗൗതമൻ്റെ വേഷത്തിൽ വന്ന് അഹല്യയോട് പറഞ്ഞു, സുസമാഹിതേ, ഈ വാക്കാണ് വാൽമീകി ഉപയോഗിച്ചിരിക്കുന്നത്, വടിവൊത്ത ഉടലാളെ. ഭോഗത്തിന് കൊതിക്കുന്നവർ ഋതുകാലം കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് സുമധ്യമേ, ഭംഗിയുള്ള അരക്കെട്ടുള്ളവളെ, ഞാൻ നിന്നോട് സംഗമിക്കാൻ വെമ്പൽ കൊള്ളുന്നു. ഇതാണ് ദേവേന്ദ്രൻ പറയുന്നത്. അവൾ ദേവരാജനുമായി രമിക്കാൻ മനസ്സുറപ്പിച്ചു. മതിം ചകാര, അഹല്യ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. കാര്യം കഴിഞ്ഞ് ഉള്ളമനുഭവിച്ച മതിപ്പോടെ അന്തരാത്മന കൃതാർത്ഥേന. ആരുടെ ഭാവമാണിത്? അഹല്യയുടെ ഭാവം. അന്തരാത്മന കൃതാർത്ഥേന സംഭുക്തനോട് പറഞ്ഞു, സുരശ്രേഷ്ഠ. ഇതൊരു അശ്ലീലം. ഞാൻ കൃതാർത്ഥയായി, പ്രഭു വേഗം ഇവിടം വിട്ട് പോയാലും തന്നെയും എന്നെയും
ഗൗതമനിൽ നിന്ന് ഏതു വിധത്തിലും കാത്തുകൊള്ളുക. സംഗതിയൊക്കെ ജോർ, വേഗം സ്ഥലം വിട്ടോ, എൻ്റെ ഭർത്താവ് വരുന്നതിന് മുമ്പേ, എനിക്കും തനിക്കും കുഴപ്പമാകുന്നതിന് മുമ്പേ. എന്തൊരു അധപ്പതിച്ച പ്രവൃത്തിയാണ് അഹല്യയുടെ എന്ന് ആലോചിച്ച് നോക്കുക. ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് കേട്ടോ. സുശ്രോണി, സുന്ദര കടിപ്രദേശമുള്ളവളെ എന്നർത്ഥം. ഞാൻ സർവസന്തുഷ്ടനാണ്, വന്നതുപോലെ തിരിച്ചു പോകാം. ഞാനിത് സാധാരണഗതിയിൽ പുസ്തകം ഇങ്ങനെ നോക്കി വായിക്കാറില്ല. ഈ കുഴപ്പം പിടിച്ച വാക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അഡീഷണലായിട്ട് ഭാഷയിൽ വ്യത്യാസം വരണ്ട എന്ന് കരുതിയിട്ട് ഹരിയേട്ടൻ എഴുതിയ പോലെ ഞാൻ വായിക്കുകയാണ്. മറുപടിയിൽ ശരീരഭാഷ ചിരിയായിരുന്നു, ശരി തന്നെ. എന്നാൽ കാര്യം നേടിയവന് ഉള്ളിൻ്റെ ഉള്ളിൽ ശങ്കയും പരിഭ്രമവും ഉണ്ടായിരുന്നു. വേവലാതിപ്പെട്ട് വെളിയിലെത്താൻ അദ്ദേഹം ധൃതി കൂട്ടി. സസംഭ്രമാത്വരൻ, എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ നോക്കുന്നവൻ. അപ്പോഴേക്കും അതാ ഗൗതമൻ വരുന്നു. ദേവദാനവ ദുർധർഷൻ, ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ബഹുമാനിക്കുന്നവൻ, ഭയപ്പെടുന്നവൻ, അതാണ് ഗൗതമൻ. തപോബല സമന്വിതൻ, തപസ്സിൻ്റെ ബലം കൊണ്ട് പരുവപ്പെട്ടവൻ. പാവകനെപ്പോൾ പ്രദീപ്തൻ, അഗ്നി പോലെ ജ്വലിക്കുന്നവൻ. തീർത്ഥോദകത്തിൽ ആറാടിയവൻ, തീർത്ഥത്തിൽ കുളിച്ചവൻ. ചമത മുറുക്കി പിടിച്ചവൻ, ഇതാണ് ഗൗതമൻ. അപ്പോൾ ഗൗതമൻ്റെ ആ രൂപം മനസ്സിൽ കാണുക. ഇന്ദ്രനെ ഗൗതമൻ കണ്ടിട്ടില്ല, അതിന് മുമ്പുള്ള രൂപമാണ്. അദ്ദേഹം ശാന്തനക്ഷോഭ്യൻ, പാതിരാ തിങ്കൾ പോലെയും കൊടുങ്കാറ്റ് കുലുക്കാത്ത ഹേമകൂടം കണക്കെയും എന്ന് വിഷ്ണുനാരായണൻ നമ്പൂതിരി ബ്രഹ്മദത്തൻ എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. ആ രൂപം ഓർമ്മ വരും വാൽമീകി ഗൗതമനെ വിവരിക്കുമ്പോൾ. ഇങ്ങനെയുള്ള ഭർത്താവിനെയാണ് അഹല്യ വഞ്ചിച്ചിരിക്കുന്നത്. നെല്ലിട ഇളകാൻ വയ്യാതെ കപടൻ അവിടെ സ്തംഭിച്ചു നിന്നു. ഇന്ദ്രൻ സ്തംഭിച്ചു പോയി. എന്തു ചെയ്യണം? അയാൾ വിഷണ്ണവദനായി. സദ്വൃത്തനായ മഹാമുനി ദുർവൃത്തനായ മുനിവേഷധാരിയെ കണ്ട് കോപത്തോടെ പറഞ്ഞു, ബുദ്ധി കെട്ടവനെ, ദുർമതേ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ വേഷം കെട്ടി നീ ഈ വേണ്ടാത്തനം ചെയ്തിരിക്കുന്നു. നീ വിഫലനായി തീരട്ടെ എന്നാണ് ശാപം. ഇന്ദ്രന് ശാപം വിഫലനായി തീരട്ടെ. എന്താ വിഫലനായി തീരുക? സഹസ്രാക്ഷൻ്റെ വൃഷണങ്ങൾ നിലത്ത് കൊഴിഞ്ഞു വീണു. ഇത് പറഞ്ഞത്. അടുത്ത നിമിഷം മുനി ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു, അവളെയും ശപിച്ചു. നീ ഇതേ സ്ഥലത്ത് വായു വിഴുങ്ങി ഒന്നും കഴിക്കാതെ വെന്ത് വെണ്ണീറിൽ കിടന്ന് ആരും നോക്കാനില്ലാതെ കഴിഞ്ഞുകൂടുക. ഇതാണ് അഹല്യയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ. കല്ലാകാനൊന്നുമല്ല. ഇഹ വാതപക്ഷ നിരാഹാര തപ്യന്തി ഭസ്മശായിനി സർവഭൂതാനാമദൃശ്യ. ആർക്കും കാണാൻ പറ്റാതെ ഈ ആശ്രമത്തിനുള്ളിൽ വായുഭക്ഷണമായിട്ട് സംവത്സരങ്ങളോളം നീ കിടക്കണം. ദശരഥതനയനായ രാമൻ അമിത പരാക്രമി ഇവിടം സന്ദർശിക്കുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെടും. ആ രാമന് ആതിഥ്യമരുളുമ്പോൾ വൃത്തികെട്ട് പെരുമാറിയവളെ നീ ലോഭമോഹങ്ങൾ വരണ്ടു പോയവളാകും. നിൻ്റെ ഇപ്പോഴത്തെ ഈ ലോഭമോഹങ്ങൾ, മാംസത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം അപ്പോഴേക്ക് കെട്ടുപോയിരിക്കും. നീ പരിശുദ്ധയായിത്തീരും എപ്പോൾ? രാമനെ കാണുമ്പോൾ. അതുവരെ എന്ത് ചെയ്യണം? ഭസ്മധാരിണിയായിട്ട് വായു ഭക്ഷിച്ച് വെന്ത് വെണ്ണീറിൽ കിടന്ന് കഴിഞ്ഞുകൂടുക. എനിക്ക് ചേർന്നവളായി അന്ന് നീ എൻ്റെ കൂടെ ചേരും. ഇങ്ങനെ ആ മഹാ തേജസ്വി
ദുഷ്ടചാരിണിയോട് പറഞ്ഞുകൊണ്ട്, ദുഷ്ടചാരിണി എന്നുള്ള വാക്കാണ് വാൽമീകി ഉപയോഗിച്ചിരിക്കുന്നത്, ഹരിയേട്ടൻ്റെ ഉപയോഗമല്ല അത്. ദുഷ്ടചാരിണിയോട് പറഞ്ഞുകൊണ്ട് ഹിമാലയ പ്രാന്തങ്ങൾ തപസ് തുടരാൻ ത്യജിച്ച് അദ്ദേഹം പോയി, ആശ്രമം ത്യജിച്ചിട്ട് പോയി. ഇതാണ് അഹല്യയുടെ മിനിമം കഥ, ഒരു പ്രകരണം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇവിടെ ആദികവി കൂർത്ത നാരായം കൊണ്ട് കോറിക്കുറിച്ച വാക്കുകളും അവസരവും കൂട്ടിച്ചേർത്ത് ചിന്തിക്കുക. അപ്പോൾ സന്ദർഭം സാങ്കോപാംഗം മനസ്സിലാക്കാൻ കഴിയും. മൊത്തത്തിൽ വാൽമീകി ഉപയോഗിച്ച വാക്കുകളെ ശ്രദ്ധിച്ചാൽ നമുക്കിതിൻ്റെ ഒരു മൊത്തം ഐഡിയ കിട്ടും. ദേവേന്ദ്രൻ താൻ കാമിച്ചവളോട് സംസാരിക്കുമ്പോൾ ഇഷ്ടപൂർത്തിക്ക് മുമ്പ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് സുസമാഹിതേ, സുമധ്യമേ. ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുകൊണ്ട് അശ്ലീലമായതുകൊണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇഷ്ടപൂർത്തിക്ക് ശേഷം ഉപയോഗിക്കുന്ന വാക്ക് സുശ്രോണി എന്ന് പറയുന്നു. ഈ 3 വാക്കുകളുടെയും അർത്ഥതലം ദേഹപരമാണ്. അംഗഭാഗങ്ങളാണ് ഇവിടെ സൂചിതം, ശരീരത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് അത് ശ്ലീലമല്ലാത്തതാകുന്നത്. ശുഭാംഗി, സുഭഗ, മാനിനി മുതലായ സഭ്യപദങ്ങളുടെ മറുകരയാണ് ഇവയുടെ സങ്കേതം. ഇത്തരം വാക്കുകളിലേക്ക് ഏകദേശം ഓപ്പോസിറ്റാണ് ഈ ദുഷ്ടചാരിണി, ദുർവൃത്ത, ശുശ്രോണി, സുമധ്യമ. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ മാനിനിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ആകർഷണീയതയ്ക്ക് ഉടച്ചിൽ തട്ടാത്ത കാമിതയുടെ ശരീരപ്രകൃതവും കാമി ആ വാക്കുകളിൽ കൂടി ധ്വനിപ്പിക്കുന്നു. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. കാര്യം കഴിഞ്ഞ സന്തോഷത്തിന് പരിതുഷ്ടി എന്നാണ് ഇന്ദ്രൻ പറയുന്നത്. വെറും തുഷ്ടിയേക്കാൾ ആധിക്യവും സാകല്യവും ഉള്ളതാണ് പരിതുഷ്ടി. പരി എന്ന ഉപസർഗത്തിൻ്റെ സവിശേഷതയാണത്. പരി ഇതിനു മുമ്പും നമ്മളെ രാമായണത്തിലൊരിക്കൽ വരുന്നുണ്ട്. പരിപ്രശ്നം ഓർക്കുന്നുണ്ടോ? ഇത് വാൽമീകി നാരദനോട് ചോദിച്ച പ്രശ്നം അല്ല, പരിപ്രശ്നം എന്നവിടെ പറയുന്നുണ്ട്. പരിപ്രച്ഛ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. ഈ പരി എന്നുള്ള വാക്ക് ചേർക്കുമ്പോൾ അതിനൊരു ആഴവും ആധിക്യവും ഉണ്ടാകുന്നു. പരി എന്ന ഉപസർഗത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ തുഷ്ടി എന്ന് പറയുന്നത് സന്തുഷ്ടി എന്നർത്ഥത്തിൽ തുഷ്ടി. പരിതുഷ്ടി എന്ന് പറയുമ്പോൾ ആഴവും പരപ്പും വർദ്ധിച്ച തുഷ്ടി, വർദ്ധിച്ച സന്തോഷം, പരിതുഷ്ടി. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. വെറും തുഷ്ടിക്കപ്പുറം പരിതുഷ്ടി തന്നെ എനിക്കുണ്ടായി എന്ന് ഇന്ദ്രൻ സാനുമോദം മറുപക്ഷത്തിനോട്, സന്തോഷത്തോടെ മറുപക്ഷത്തിനോട് പറയുന്നു. 2ാമത്തെ കാര്യം വാക്കല്ല, മുഖഭാവമാണ്. ഇന്ദ്രൻ അഹല്യയോട് പറയുന്നു, ഞാൻ വന്ന പോലെ തിരിച്ചു പോകാമെന്ന്. ഗമിഷ്യാമി യഥാഗമം. എന്താ ഈ വന്ന പോലെ തിരിച്ചു പോകാമെന്ന് പറയുന്നത്? ഈ പറച്ചിലാണ് ചിരിച്ചുകൊണ്ട് പറയുന്നത്. പ്രഹസൻ, ഹാസത്തോടെ, ചിരിയോടെയാണ് പറയുന്നത്. ഈ ചിരിയുടെ ലാക്ക് അഹല്യയ്ക്കും അപ്പുറം ഗൗതമ മുനിയാണ്. ഞാൻ ലാഘവത്തോടെ നിൻ്റെ മഹാമുനി ഭർത്താവിനെ പറ്റിച്ചു എന്ന ദുസ്സാമർഥ്യത്തിൻ്റേതാണ് ആ ചിരി. കാമതുഷ്ടിയേക്കാൾ വഞ്ചിച്ച വിജയത്തിൻ്റേതാണ് ആ ചിരി. സത്യമല്ലേ? ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഒരു ഭാര്യ ചെന്ന് ചാടുമ്പോൾ ആ ചാടിയ ആളിന് ഉണ്ടാകുന്ന തൃപ്തി, ഒന്ന് ഇല്ലെജിറ്റിമേറ്റായ റിലേഷൻസിൽ നിന്ന് കിട്ടിയ ഒരു തൃപ്തി, പ്ലസ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ പൊട്ടനാക്കിയതിൻ്റെ ഒരു സന്തോഷം ഇല്ലേ? നിഷ്കളങ്കനും നല്ലവനും മര്യാദക്കാരനുമായ ഒരുത്തനെ മണ്ടനാക്കിയതിൻ്റെ ഒരു സന്തോഷം, വഞ്ചനയുടെ ഒരു ചിരി, ഒരു സന്തോഷം. ഇതാണ് ഇന്ദ്രൻ്റെ ആ ചിരി. അതുകൊണ്ടാണ് വാൽമീകി പ്രഹസൻ എന്ന് പറയുന്നത്. ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ച ഒരു സിറ്റുവേഷൻ വാൽമീകി വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുകയും ഒറ്റ വാക്കിലൂടെയൊക്കെ തനിക്ക് പറയാനുള്ള കാര്യം സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു.
മൂന്നാമതൊരു കാര്യം കൂടെയുണ്ട്. അത് ദേവേന്ദ്രൻ്റെ കപടവേഷമാണ്. ദേവേന്ദ്രൻ തൻ്റെ ഭർത്താവിൻ്റെ വേഷമിട്ട് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തന്നെ സമീപിക്കാൻ അഹല്യ അദ്ദേഹത്തെ അനുവദിച്ചത്. വേഷം മാറി അഹല്യ തിരിച്ചറിയാതൊന്നുമല്ല. ദേവേന്ദ്രൻ വന്നത് ഒരു താപസൻ്റെ വേഷത്തിലാണ്. പക്ഷേ അഹല്യയ്ക്കറിയാം ഇത് ദേവേന്ദ്രനാണെന്ന്. അതുകൊണ്ടാണ് അഹല്യ വാതിൽ തുറന്നു കൊടുക്കുന്നതും സ്വാഗതം ചെയ്യുന്നതും. അപ്പോൾ ഇതൊക്കെ അറിയാം. വേഗം സ്ഥലം വിട്ടു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതല്ല, ഗൗതമൻ്റെ വേഷത്തിലാണ് വന്നതെങ്കിൽ വേഗം സ്ഥലം വിടാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഗൗതമനാണെന്നാണ് തെറ്റിദ്ധരിച്ചതെങ്കിൽ ആ ധാരണ എന്തിനു നിന്നാൽ മതിയല്ലോ. അപ്പോൾ അഹല്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവേന്ദ്രനെ ആസ്വദിക്കുന്നത്. മഹാമോശമാണെങ്കിലും അതിൻ്റെ അർത്ഥം ഭർത്താവില്ലാത്ത നേരത്ത് ദേവേന്ദ്രൻ വേഷം മാറാതെ വന്നിരുന്നെങ്കിലും അഹല്യയുടെ പെരുമാറ്റം മറിച്ചാവുമായിരുന്നില്ല എന്നാണ്. ഗൗതമൻ സ്ഥലത്തേ ഇല്ല എന്ന് വയ്ക്കുക. വേഷം മാറാതെ തന്നെ ദേവേന്ദ്രൻ വന്നാലും അഹല്യ സ്വീകരിക്കുമായിരുന്നു, ഇല്ലേ? അപ്പോൾ പിന്നെ ഈ വേഷം മാറിയതിൻ്റെ അർത്ഥം എന്താണ്? ആർക്കു വേണ്ടിയായിരുന്നു ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷം കെട്ടിയത്? ഹരിയേട്ടൻ പറയുന്നു, ഉത്തരം സ്പഷ്ടമാണ്. ആശ്രമത്തിലെ അന്തേവാസികൾ വ്യഭിചാരിയുടെ അഭിസാരം മനസ്സിലാക്കാതിരിക്കാൻ അവരെ കബളിപ്പിക്കാനായിരുന്നു ഈ വേഷം കെട്ടൽ. ആശ്രമത്തിലെ അഹല്യ മാത്രമല്ല, മറ്റ് പരിചാരികമാരുണ്ട്, പരിചാരകന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ഒക്കെയുണ്ട്. അവരെ പറ്റിക്കാനായിട്ടാണ് ദേവേന്ദ്രൻ ഈ വേഷം മാറിയത്. അവർക്കറിയില്ല. ആ നടന്നു വന്നു കഴിയുമ്പോൾ ഗൗതമന് വരുന്നു, അകത്തേക്ക് കയറിപ്പോകുന്നു, കഴിഞ്ഞു. അവരെ പറ്റിക്കാൻ. അതിനാണ് ആ വേഷം മാറ്റം. സമൂഹത്തിലെ ശിഖരസ്ഥാനം അലങ്കരിക്കുന്ന പുരുഷനും സ്ത്രീയും ചെന്ന് പെടുന്ന ധാർമ്മിക അധപ്പതനത്തിൻ്റെ നേർക്കുള്ള തുറന്ന അമർഷവും പ്രതിഷേധവും എന്ന നിലയ്ക്കാണ് ആദികവി വാൽമീകി വിശ്വാമിത്രൻ്റെയും ഗൗതമൻ്റെയും ജിഹ്വകളിൽ കൂടി ഇവർക്കു വേണ്ടി ദുർവൃത്തൻ, ദുർവൃത്ത, ദുർമതി, ദുർമേധ, ദുഷ്ടചാരിണി എന്നീ പ്രയോഗങ്ങൾ നടത്തുന്നത്. ഈ സൊസൈറ്റിയുടെ അപ്പർ എക്ലിയോൺസ് എന്ന് നമ്മൾ പറയുമല്ലോ, വെരി ഹൈ, അവിടെ വരുന്ന ധാർമ്മിക ച്യുതി അത് വാൽമീകിയുടെ കാലം മുതലുണ്ടായിരുന്നെന്നും അത് കണ്ടംനബിളായിട്ടുള്ള ഒരു ആക്റ്റാണെന്നും അതിൻ്റെ നേർക്ക് ഏറ്റവും രൂക്ഷമായ, അല്പം അശ്ലീലമായാൽ തന്നെ ആ വാക്കുകൾ തന്നെ ഉപയോഗിക്കണം എന്നും വാൽമീകി നമ്മളെ കാണിച്ചു തരുന്നതായിട്ടാണ് ഹരിയേട്ടൻ ഈ രംഗം വിവരിക്കുന്നത്. ഇനി ഈ പ്രകരണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വാൽമീകി നമ്മളെ കൊണ്ടുപോകുന്നു. അഫലനായ ദേവേന്ദ്രൻ സ്വക്ഷേത്രത്തിലേക്ക് മടങ്ങി. അവിടെ ഉണ്ടായിരുന്ന അഗ്നി മുതലായ ദേവന്മാരെ, സിദ്ധന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഗൗതമൻ്റെ തപസ് എൻ്റെ രാജപദവിക്ക് ദോഷമാകും എന്ന് കണ്ടുകൊണ്ട് ആ തപസ് മുടക്കാനായിട്ടാണ് ഞാൻ പോയത്. ഞാൻ തപസ് സക്സസ്ഫുള്ളായിട്ട് മുടക്കി. പക്ഷേ അയാൾ എൻ്റെ വൃഷണങ്ങൾ അപ്രത്യക്ഷമാക്കി കളഞ്ഞു. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നു. നോക്കൂ, അഹല്യയ്ക്ക് ഒരു രക്ഷയുമില്ല. അഹല്യയുടെ വായു ഭക്ഷണമായിട്ട് സംവത്സരങ്ങളോളം കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങരുത്, ആരും കാണരുത്, രാമൻ എപ്പോൾ വരുന്നോ അപ്പോൾ നീ റെഡിയാവും എന്നാണ്. ഇന്ദ്രന് നീ വിഫലനായി പോട്ടെ എന്ന് ശപിക്കുന്നു. അയാളുടെ വൃഷണങ്ങൾ വീണു പോകുന്നു. അയാൾ ദേവലോകത്ത് പോയിട്ട് അയാളുടെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട്, അതേ ഇങ്ങനൊരു കുഴപ്പമൊക്കെ പറ്റി, ഞാൻ ഗൗതമൻ്റെ തപസ് മുടക്കുന്നതിന് എന്താണ് ദേവകാര്യം എന്നൊന്നും ദേവകൾ ചോദിക്കുന്നില്ല. ഞാൻ ദേവകാര്യം ചെയ്യാൻ പോയതാണ്, അയാളുടെ തപസ് മുടക്കാൻ പോയതാണ്, അല്ലെങ്കിൽ അയാൾ നമുക്കൊരു ചലഞ്ചാവില്ല. ദേവകൾ ഇതൊന്നും ചോദിക്കുന്നില്ല. എന്തിനാണോ താൻ ഈ പോക്കൃത്തരം കാണിച്ചതെന്ന് ചോദിക്കുന്നില്ല. അവർ ബ്രഹ്മാവിനെ പോയി അപേക്ഷയുമായിട്ട് കാണുന്നു. ബ്രഹ്മാവ് ഒരു ആടിൻ്റെ വൃഷണം വെച്ച് കെട്ടാനായിട്ട് ഏർപ്പാട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മേഷവൃഷണൻ എന്നൊരു പേര് കൂടെ ഇന്ദ്രൻ വരുന്നു. അങ്ങേരുടെ ഡിഫക്റ്റ് എല്ലാം മാറി, പുള്ളിക്കൊരു കുഴപ്പമില്ല. അഹല്യ ശപിക്കപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. പ്രധാന സംഗതി, അഹല്യ കല്ലാവുന്നില്ല, ജീവനുണ്ട്. വായുഭക്ഷണമായിട്ട് തപസ് ചെയ്ത് പുറത്തിറങ്ങാതെ മറ്റ് മനുഷ്യരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ലാതെ ഒറ്റയ്ക്ക് ഏകാഗിയായിട്ട് ഈ പാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പാപഫലം അനുഭവിക്കുന്നു.
ദേവേന്ദ്രൻ ഈസ് ബാക്ക് ടു നോർമൽ. എനിവേ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് വിശ്വാമിത്രൻ രാമനോട് പ്രത്യേകമായി പറഞ്ഞു, മഹാതേജസ്വിയായ രാമ, ഇനി നമുക്ക് പുണ്യകർമാവായ ഗൗതമൻ്റെ ഈ ആശ്രമത്തിലേക്ക് പോകാം. മഹാഭാഗയും ദേവരൂപിണിയുമായ അഹല്യയെ കരകയറ്റാം. അപ്പോൾ വിശ്വാമിത്രനും അറിയാം, രാമൻ ചെന്നു കഴിഞ്ഞാൽ ആ നിമിഷം അഹല്യ പഴയ രൂപത്തിലേക്ക് വരും. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു, ആ പാവം അവിടെ കിടക്കുന്നു. ഒരു തെറ്റ് പറ്റിപ്പോയി, ശരിയാണ്, ചെയ്തുകൂടാത്തതാണ്, മഹാപാപമാണ്, പൊറുക്ക വയ്യാത്തതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഗൗതമൻ അഹല്യയെ ഉപേക്ഷിച്ചു. ഗൗതമൻ്റെ ശാപം എന്തായിരുന്നോ അതിലൂടെ തന്നെ, ആ തീച്ചൂളയിലൂടെ സംവത്സരങ്ങളോളം അഹല്യ കടന്നുപോയി. ഒരേ ഒരു പ്രതീക്ഷ മാത്രം, ഒരു നേരിയ പ്രതീക്ഷ, എന്നെങ്കിലും ഒരിക്കൽ രാമൻ വരും എന്ന്. പ്രാണൻ പോകാതെ അഹല്യ കിടക്കാൻ കാരണം രാമന് വേണ്ടി കാത്തിരുന്നവളായതുകൊണ്ടാണ്. വർഷങ്ങളായി അസൂര്യപശ്യയായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന അഹല്യയെ, അസൂര്യപശ്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ പോലും തൊടാത്തവൾ, അങ്ങനെ കഴിഞ്ഞവളെ, അവളുടെ അന്തർബാഹ്യ പരിമാർജനത്തെക്കുറിച്ച് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല വിശ്വാമിത്രൻ. കാരണം ഷീ വിൽ ബി റിഫൈൻഡ് ബൈ ദിസ് ടൈം, ദിസ് ഈസ് ദ റൈറ്റ് ടൈം എന്ന് വിശ്വാമിത്രന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വാമിത്രൻ രാമനെയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ദദർശ മഹാഭാഗാം ദ്യോതിതപ്രഭാം, ഇതാണ് തേജസ്വിനിയും ജ്യോതിർമയിയുമായ അഹല്യയെ രാമൻ അകത്ത് കയറി കാണുന്നു. ഉടനെ രാഘവന്മാർ രണ്ടുപേരും, രാമനും ലക്ഷ്മണനും, സാനന്ദം അവരുടെ തൃപ്പാദങ്ങൾ തൊട്ടുവന്ദിച്ചു, അഹല്യയുടെ തൃപ്പാദങ്ങൾ. ഒട്ടും വൈകിയില്ല, ദേവി ഭർത്തൃവചനമോർത്ത് മുമ്പിൽ നിൽക്കുന്ന കുമാരന്മാരെ വിധിപ്രകാരം തിരിച്ചാദരിച്ചു. പ്രതിജഗ്രാഹ എന്നാണ് വാൽമീകി പറയുന്നത്. അപ്പോൾ ആദ്യം വന്ദിച്ചത് രാമലക്ഷ്മണന്മാരാണെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അഹല്യ ഒരു ശപിക്കപ്പെട്ടവളാണ് എന്ന് രാമനോ ലക്ഷ്മണനോ തോന്നലുണ്ടായിരുന്നെങ്കിൽ അവരാദ്യം പോയി കാല് തൊടുകയില്ല. അവരാണ് ആദ്യം അഹല്യയെ വന്ദിക്കുന്നത്. അഹല്യയെ വന്ദിച്ച നിമിഷം അഹല്യയ്ക്ക് മനസ്സിലായി, യെസ്, ഇത് രാമൻ എന്ന് മനസ്സിലായി. എഴുത്തച്ഛൻ ഈ രംഗം അസാമാന്യമായിട്ട്, ഞാൻ അധ്യാത്മരാമായണത്തിൽ കടക്കാത്തതുകൊണ്ടാണ്, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ അഹല്യാമോക്ഷം വായിച്ചു നോക്കുക. അസാമാന്യമായ ഒരു രംഗമായിട്ടാണ് എഴുത്തച്ഛൻ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും മുമ്പിൽ നിൽക്കുന്നവരെ അവരും ആദരിച്ചു. ആദ്യം വന്ദിച്ചത് രാമലക്ഷ്മണന്മാരാണ്. ഗൗതമ മുനിയുടെ പൂർവവചനങ്ങൾ ലോഭമോഹ വിവർജിത പൂതഭവിഷ്യസി, ലോഭമോഹങ്ങളെല്ലാം ത്യജിച്ച് പൂതഭവിഷ്യസി, പൂതം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആ രീതിയിൽ ഫലത്തിൽ വന്നു. അഹല്യ പരിപൂതയായി. അക്കാലത്തെ പതിവ് പോലെ ആകാശത്തിൽ നിന്ന് പൂമഴ പെയ്തു, ദേവദുന്ധുബികൾ മുഴങ്ങി. ഗൗതമ മഹാമുനിയും അഹല്യാദേവിയും വീണ്ടും ഒന്നായി. നമ്മൾ ആ ഐതിഹ്യമലയിലേക്ക് ഞാൻ പറഞ്ഞു, ഓരോ ക്രൈസിസ് വന്നു കഴിയുമ്പോൾ ജ്യോത്സ്യന്മാരെ വിളിക്കുക, ജ്യോത്സ്യൻ. ഇതുപോലെ നമ്മളുടെ ഇതിഹാസങ്ങളിലേക്ക് ഒരു ചടങ്ങാണ്. ഒരു ഇവൻറ്റിന് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാവും, എവിടെ നിന്നറിയാതെ ദുന്ദുഭിനാദം കേൾക്കും. അത് നിർബന്ധമാണ്. നിങ്ങൾ ഏകദേശം സംസ്കൃത കാവ്യങ്ങളിലൊക്കെ നോക്കുക, ഇതുപോലത്തെ കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കൊട്ടും സംഗതി കേട്ട് മുകളിൽ നിന്ന് ദേവകൾ പുഷ്പങ്ങൾ വർഷിക്കും. അതതിൻ്റെ ഒരു മനോഹാരിതയാണ്. ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. ഇതിൻ്റെയൊക്കെ പിന്നാലെ ഈ യുക്തിയും കൊണ്ട് നടക്കുന്നവരെയാണ് കുറ്റം പറയേണ്ടത്, മനസ്സിലായത്. നമ്മളൊരു സിനിമ കാണുന്നു, ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്, മോഹൻലാൽ 19 പേരെ ഇടിച്ചു നിരത്തുന്നു. നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന, പക്ഷെ അതാരും ചോദ്യം ചെയ്യുന്നില്ല. ഇത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. സിനിമയ്ക്കൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ ഈ ഇതിഹാസ പുരാണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ് അതൊക്കെ അതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അതിൻ്റെ എസൻസ് നമ്മൾ എടുത്താൽ പോരാ. പറ്റില്ല. രാവണന് 10 തലയുണ്ടായിരുന്നു, താനിപ്പോൾ തെളിയിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്.
ഇങ്ങനെയൊക്കെ പറയും. ഇതിനൊരു ന്യായം, അതിന് വേറൊരു ന്യായം. മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഇളവ് കൊടുക്കും. അവർ 50 പേര് തരും. രജനീകാന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വെടിയുണ്ട ചീറിപ്പഞ്ഞു കത്തി കാണിച്ചിട്ട് വെടിയുണ്ട രണ്ടായിട്ട് പോകുന്നു. ഞാൻ ഒരു സിനിമയിൽ കണ്ടു. അത്രയും കണ്ടപ്പോൾ എനിക്ക് മതിയായി, ഞാൻ നിർത്തി. ഇത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും രജനീകാന്തിനെ കുറ്റപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആരും ചോദിക്കാറില്ല. ഒരു യുക്തിവാദി നിരീശ്വരവാദി എണീറ്റ് വരാറുമില്ല. രജനീകാന്തിനോട് വിരോധമുള്ള മറ്റാൾക്കാരുണ്ട്, അവർ പോലും ഇത് പറയാറില്ല. ബട്ട് രാമായണവും മഹാഭാരതവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. അതിന് സമാധാനം തെളിവ് വേണം. എന്തു ചെയ്യും? ഞാൻ പിന്നെ ഈ ഏടാകുടത്തിന് പോകാറുമില്ല. ഇതിനൊക്കെ തർക്കിച്ച് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യരുത്, നല്ല കാര്യങ്ങൾ. അപ്പോൾ ശുഭാന്ത്യം അഖിലം ശുഭം എന്ന ആനന്ദത്തോടെ വിശ്വാമിത്രനും ദാശരഥിമാരും മിഥിലയിൽ പ്രവേശിച്ചു. അപ്പോൾ അങ്ങനെ അവർ മിഥിലയിൽ പ്രവേശിച്ചു. പിന്നെ അങ്ങനെ അങ്ങ് പോയി. അവിടെ വെച്ചിട്ട് ഗൗതമൻ്റെ മകനെ കാണുന്നു. ഗൗതമൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്തു എന്നൊക്കെ മകൻ ചോദിക്കുന്നുണ്ട്. ശതാനന്ദൻ എന്നാണ് അവൻ്റെ പേര്. അവൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു. അവനറിയാം അമ്മ ചെയ്തത് എന്താണ്, അച്ഛൻ ചെയ്തത് എന്താണ്, അച്ഛൻ്റെ സ്റ്റേച്ചർ എന്താണ്. അൺഇമാജിനബിളായിട്ടുള്ള ദിവ്യപുരുഷനാണ് ഗൗതമുനി. ദേവന്മാരും അസുരന്മാരും ഒരേപോലെ ഭയക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ്റെ മകനാണ് ഈ ശതാനന്ദൻ. അവൻ എന്തു ചെയ്യും? അമ്മ ഇങ്ങനെ ചെയ്തു, അച്ഛൻ ഇങ്ങനെയും ചെയ്തു, എന്തു ചെയ്യും? അവൻ ഇവരോട് വലിയ കാര്യമായിട്ട് ചോദിക്കുന്നത് എന്താ ഈ അവസാനം? അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഇത് കഴിഞ്ഞ് വാൽമീകിയുടെ അഹല്യ കഥനം കഴിഞ്ഞോ? ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. ഹരിയേട്ടൻ്റെ വാക്കുകളാണ്. ഉത്തരകാണ്ഡത്തിലും അവരെക്കുറിച്ചുള്ള പരാമർശം വരുന്നു. രാവണനെ വധിച്ച് സുഗ്രീവനെയും വിഭീഷണനെയും എല്ലാം യഥാസ്ഥാനം വാഴിച്ച് പട്ടാഭിഷേകവും കഴിഞ്ഞ് ശ്രീരാമൻ അയോധ്യയിൽ സുഖമായി വാണു തുടങ്ങിയ നാളുകളിൽ ഒരു നാൾ തന്നെ സന്ദർശിച്ച മഹർഷി സംഘം രാവണൻ്റെ അമിതബലത്തിന് കാരണം വിശദമായി വിവരിക്കുന്ന ഫ്ലാഷ് ബാക്കാണ് മൊത്തത്തിൽ ഉത്തരകാണ്ഡം. അതായത് എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാമായി രാമൻ തിരിച്ചു വന്നു, പട്ടാഭിഷേകം കഴിഞ്ഞു, വിഭീഷണനെ അവിടെ ഏർപ്പാടാക്കി, എല്ലാം കഴിഞ്ഞു, ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് മുറുക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിനകത്തെ ചിലർ ഒരു ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ. നമ്മുടെ ആ രാവണൻ ഭയങ്കര കേമനായിരുന്നു. അതിന് കാര്യം എന്താണെന്നറിയാം? നിസ്സാരക്കാരനല്ല. രാമ, നീ കൊന്നത് നിസ്സാരക്കാരനല്ല. ഇവനെങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമോ എന്ന് ചോദിച്ചൊരു ഫ്ലാഷ് ബാക്ക്. ഇതാണ് ഉത്തരകാണ്ഡം. അപ്പോൾ ഫ്ലാഷ് ബാക്കാണ് മൊത്തത്തിൽ ഉത്തരകാണ്ഡം. അതിൻ്റെ 30-ാം സർഗത്തിലാണ് അഹല്യ പരാമർശം വരുന്നത്. അഹല്യ പരാമർശം പ്രസംഗവശാൽ വരുന്നു എന്നേ ഉള്ളൂ. പരാമൃഷ്ട വ്യക്തി ദേവേന്ദ്രനാണ്. ദേവേന്ദ്രനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് അഹല്യയുടെ കഥ കയറി വരുന്നത്. അല്ലാതെ അഹല്യയുടെ കഥയായിട്ടല്ല ഉത്തരകാണ്ഡത്തിൽ വരുന്നത്. അതിൽ പറയുന്നു, ബ്രഹ്മദേവൻ ഇന്ദ്രനോട് പറയുന്നതായിട്ടാണ്, ഞാൻ പ്രജകളെയെല്ലാം സൃഷ്ടിച്ചു, അതിൽ പിന്നെ ഒട്ടും കുരൂപമില്ലാത്ത ഒരു സർവാംഗ സുന്ദരിയെ സൃഷ്ടിച്ച് അവൾക്ക് അഹല്യ എന്ന് പേരിട്ടു. നോക്കണം, അഹല്യ എന്ന് നിർത്തരുത്, അഹല്യ എന്നാണ് സംസ്കൃതത്തിൽ. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോഴാണ് അഹല്യ എന്ന് പറഞ്ഞ് നിർത്തുന്നത്. എന്തുമായിക്കോട്ടെ, അത് ഭാഷാപരമായ കാര്യം. ഹലം എന്ന് പറഞ്ഞാൽ വൈരൂപ്യം. അത് അണുപോലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പേരിട്ടത്. തക്ക പ്രായമായപ്പോൾ അവളെ ആർക്ക് കൊടുക്കണമെന്ന ചിന്തയായി. ആ സങ്കീർണ ഘട്ടത്തിൽ സ്വന്തം സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കാൻ നീ വെമ്പലുണ്ട്. ദേവേന്ദ്രനോട് ബ്രഹ്മാവ് പറയുന്നതാണ്. നിനക്ക് അവളിലൊരു നോട്ടമുണ്ടായി, നീ അല്ലെങ്കിൽ തന്നെ ഒരു ദുർബുദ്ധിയാണ്, എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനാണ്. അപ്പോൾ നിനക്ക് അവളെ കിട്ടണം. ഞാൻ ചെയ്തില്ല. നിൻ്റെ മനസ്സിലിരിപ്പ് കണ്ടറിഞ്ഞ് ഞാൻ അവളെ സൂക്ഷിക്കാൻ മഹാത്മാവായ ഗൗതമനെ ഏൽപ്പിച്ചു. അദ്ദേഹമാകട്ടെ അവളെ കാത്ത് രക്ഷിച്ച് വളർത്തി വർഷങ്ങൾ കഴിഞ്ഞ് മണക്കാത്ത പൂവ് പോലെ എന്നെ തിരിച്ചേൽപ്പിച്ചു. ബ്രഹ്മാവ് അങ്ങ് ഏൽപ്പിച്ച പെൺകുട്ടി ഇതായിരിക്കും.
മണക്കാത്ത പൂ പോലെ. നോക്കണം, ഈ ഋഷിയുടെ തപസ്സിദ്ധികൾ കണ്ട് ബോധ്യപ്പെട്ട ഞാൻ അഹല്യയ്ക്ക് പാണിഗ്രാഹ്യം ചെയ്യാൻ യോഗ്യൻ ഗൗതമൻ തന്നെ എന്ന് കരുതി അങ്ങനെ ചെയ്തു. ഇത്രയും കാലം വളർത്തി വലുതാക്കും ഒരിക്കൽ പോലും അഹല്യയെ ദുരുപയോഗം ചെയ്യാൻ ഗൗതമന് തോന്നിയില്ല. കാരണം ബ്രഹ്മാവേൽപ്പിച്ച മുതലാണ് അത് അതുപോലെ സ്വർണം പോലെ മണക്കാത്ത പുഷ്പം പോലെ തിരിച്ചു കൊടുക്കണമെന്ന് ഗൗതമന് വാശിയുണ്ടായിരുന്നു. ആ ഗൗതമൻ തന്നെയാണ് അഹല്യയെ കല്യാണം കഴിക്കാൻ യോഗ്യൻ എന്ന് ഞാൻ തീരുമാനിച്ചു. ദേവന്മാർക്ക് നിരാശയുണ്ടായി. നിനക്കോ അളവറ്റ ക്രോധവും ദേവേന്ദ്രന് അസാമാന്യമായ ദേഷ്യവും വന്നു. നീ ആ ധർമാത്മാവിൻ്റെ ആശ്രമത്തിൽ പോയി അഗ്നിശിഖ പോലെ വെട്ടിത്തിളങ്ങുന്ന അവളെ നീ കടന്നു പിടിച്ചു. കാമവെറിയോടെ അവളെ ഉലച്ചു കളഞ്ഞു. പർണശാലയിൽ നിന്ന് തന്നെ നിന്നെ ഗൗതമമുനി പിടികൂടി ശപിച്ചു. ഇത്ര ഭയലേശമില്ലാതെ നീ എൻ്റെ പത്നിയിൽ വ്യഭിചരിച്ചല്ലോ. ഓർത്തുകൊള്ളുക, നീ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടും. ഭൂമിയിലുണ്ടാകുന്ന സമസ്ത വ്യഭിചാരങ്ങളുടെയും പകുതി പാപം നിന്നിൽ ചേക്കേറും. വേറൊരു ശാപമാണ് ഇവിടെ ഗൗതമൻ്റെ. ഇവിടെ ദേവേന്ദ്രൻ വേഷം മാറിയിട്ടൊന്നുമില്ല. ദേവേന്ദ്രനെ ഗൗതമൻ കയ്യോടെ പിടികൂടുകയാണ് ആശ്രമത്തിലിട്ട്. നീ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടും. ഭൂമിയിലുണ്ടാകുന്ന സമസ്ത വ്യഭിചാരങ്ങളുടെയും പകുതി പാപം നിന്നിൽ ചേക്കേറും. നിൻ്റെ ഈ സർവോಚ್ಚ പദവി ഇന്ദ്രപദം ഒരു കാലത്തും സ്ഥിരമായിരിക്കില്ല. ഇതാണ് ശാപം. അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന സകല വ്യഭിചാരങ്ങളുടെയും പകുതി പാപം ഇന്ദ്രനാണെന്നും ഇന്ദ്രൻ്റെ പദം ഒരിക്കലും പെർമനൻ്റ് ആയിരിക്കില്ലെന്നും ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോകുമെന്നും ശപിച്ചു. ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞ് ഒതുക്കം കെട്ടവളെ ദുർവിനീതേ എന്നാണ്. നീ ഇവിടെ രൂപം കെട്ടവളായി തീരട്ടെ. ഉടൻ അഹല്യ താണുകേണ് പറഞ്ഞു, മഹർഷേ, ഇന്ദ്രൻ കപടവേഷത്തിൽ വന്ന് എന്നെ പറ്റിച്ചതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് കാമവികാരത്തോടെ ചെയ്തതല്ല ഈ പാപം. ഈ ഉള്ളവളോട് പൊറുക്കണേ. അവിടെയാണ് ദേവേന്ദ്രൻ വേഷം മാറി എന്നുള്ള സൂചന കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അഹല്യയ്ക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കണം, വേണ്ടേ? വേഷം മാറി ഭർത്താവാണെന്ന് വിചാരിച്ചു, അങ്ങനെ സംഭവിച്ചു. അഹല്യ പറഞ്ഞത് സത്യമാണെന്ന് ഗൗതമന് തോന്നി. അദ്ദേഹം പറഞ്ഞു, അഹല്യെ, ഇക്ഷാകു വംശത്തിൽ മഹാതേജസ്വിയും മഹാരഥനും രാമൻ എന്ന അനശ്വരനാമമാർന്നവനുമായ ബ്രാഹ്മണ ധർമ്മങ്ങളെ സംസ്ഥാപനം ചെയ്യുവാൻ സാക്ഷാൽ മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ അവതരിക്കും. ആ ശ്രീരാമദേവൻ ഈ വനത്തിൽ വന്നു ചേരും. ആ പരമാത്മാവിനെ ദർശിക്കുവാൻ നിനക്ക് എന്ന് കഴിയുമോ അന്ന് നിൻ്റെ ദുരിതങ്ങളൊക്കെ ഒടുങ്ങും. നിന്നെ സംശുദ്ധയാക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അദ്ദേഹത്തിന് ആതിഥ്യമരളിക്കഴിഞ്ഞേ നിനക്കെൻ്റെ സംസർഗം ലഭിക്കൂ. ഇനി രാമന് ആതിഥ്യം കൊടുത്തതിന് ശേഷം മാത്രമേ നിനക്കെൻ്റെ അടുത്ത് എത്താൻ സാധിക്കൂ എന്നാണ് അഹല്യയ്ക്ക് കൊടുത്ത ശാപമോക്ഷം. സോ അഹല്യ ഹാസ് ടു എറ്റേണലി വെയിറ്റ് ഫോർ രാമ ടു കം. ഇതാണ് അഹല്യയുടെ സ്ഥിതി. ഇരിക്കട്ടെ, ബാലകാണ്ഡത്തിലെയും ഉത്തരകാണ്ഡത്തിലെയും രണ്ട് ഇതിവൃത്തങ്ങൾ, ഇവ രണ്ടിലും അഹല്യ കല്ലാകുന്നില്ല, ശിലയാകുന്നില്ല. അതായിരുന്നല്ലോ നമ്മുടെ ബേസിക് പോയിൻ്റ് നമ്മൾ ചർച്ച ചെയ്തത്. അഹല്യ കല്ലായിരുന്നോ ഇല്ലയോ? ബാലകാണ്ഡത്തിലും കല്ലായിട്ടില്ല, ഉത്തരകാണ്ഡത്തിലും കല്ലായിട്ടില്ല. രണ്ടും രണ്ട് കഥകളാണ്. കഥകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു. ബട്ട് അഹല്യ കല്ലാകുന്നില്ല. എന്നാൽ നിഷ്കാസിതയാകുന്നു, പുറത്താക്കപ്പെടുന്നു. ആ നിഷ്കാസനത്തിൽ നിന്ന് മോചനം രാമസാന്നിധ്യത്തിലൂടെയുമാണ്. രണ്ട് കഥയിലും ഒരു കാര്യം, അഹല്യ ഗൗതമൻ ഡിവോഴ്സ് ഇല്ലാന്ന്. ഗൗതമൻ ഉപേക്ഷിക്കുന്നു അഹല്യയെ. ഇനി രാമനെ കണ്ടു കഴിയുമ്പോൾ നീ പരിശുദ്ധയാവും, എൻ്റെ കൂടെ വരാം. ബട്ട് അതുവരെ നിഷ്കാസിതയാണ്. രണ്ട് കഥയിലും അഹല്യയെ ഗൗതമൻ ഉപേക്ഷിക്കുകയാണ്. ഡിവോഴ്സ് ചെയ്യാൻ എന്താ? ഒരു കാര്യം ആലോചിക്കുക. ഹിന്ദു സമാജത്തിൽ, ഹിന്ദു ശാസ്ത്രങ്ങളിൽ എൻ്റെ അറിവിൽ
ഇന്ന് വരെ ഡിവോഴ്സിന് ഒരു ചടങ്ങില്ല, വിവാഹമോചനത്തിന് ഒരു ചടങ്ങില്ല. വിവാഹത്തിന് ചടങ്ങുള്ളൂ. വിവാഹമോചനം എന്ന് പറഞ്ഞൊരു ചടങ്ങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം. ഏതായാലും സൊസൈറ്റിയിലില്ല. വിവാഹമോചനം കോടതി വഴിക്കാണ്. സമാജത്തിന്, ഹിന്ദു സമാജത്തിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് തലാഖ് എന്ന് പറഞ്ഞാൽ കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. തലാഖ് ചൊല്ലിയാൽ വിവാഹമോചനമായി. അതിനകത്തെ മുത്തലാഖാണ് കോടതി റദ്ദാക്കിയത്. മറ്റേത് സാധാരണ തലാഖ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് അവർ മൊഴി ചൊല്ലുന്നത്. പക്ഷേ ഹിന്ദുക്കൾക്ക് മൊഴി ചൊല്ലലില്ല. അങ്ങനൊരു ചടങ്ങില്ല. ക്രിസ്ത്യാനികൾക്കുമില്ല. വിവാഹമോചനത്തിനൊരു ചടങ്ങില്ല, വിവാഹത്തിന് ചടങ്ങുള്ളൂ. സോ അതുകൊണ്ട് ഗൗതമൻ അഹല്യയെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഗൗതമൻ സ്വയം ഹിമാലയത്തിലേക്ക് പോകുന്നു. അഹല്യയെ പറഞ്ഞ് ഹിമാലയത്തിലേക്ക് വിടുകയല്ല, അഹല്യയെ നാടുകടത്തുകയല്ല ചെയ്യുന്നത്. ഈ ആശ്രമം അഹല്യയെ എടുത്തു, ഞാനിനി ഇവിടെ ഇല്ല. ഗൗതമൻ ഹിമാലയത്തിലേക്ക് പോകുന്നു, അഹല്യയെ ആ ആശ്രമം കൊടുക്കുന്നു. അവിടെ ഈ കാര്യം മാത്രം, നീ പട്ടിണി കിടന്ന് എത്ര കാലം കിടന്നു, ഇനി രാമൻ വന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. ഏതായാലും കല്ലാകുന്നില്ല. ഒരുപക്ഷെ അഹല്യയെ കല്ലാക്കി ശപിക്കാനും മാത്രം ഉള്ള ഹൃദയ കാഠിന്യം ഗൗതമന് ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം ഗൗതമൻ ഈ ദേവന്മാരും അസുരന്മാരും ഒരേപോലെ ഭക്തിയോടെ കാണണമെങ്കിൽ എന്തായിരിക്കണം ആ മനസ്സിൻ്റെ ഉയരം എന്ന് ആലോചിച്ച് നോക്കുക. ഭാര്യ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തെങ്കിലും, വഞ്ചിക്കപ്പെട്ടെങ്കിലും, അതിൻ്റെ ഒരു വളിച്ച ചിരി ഇന്ദ്രൻ ചിരിച്ചെങ്കിലും, എല്ലാമൊക്കെ ആണെങ്കിലും അഹല്യയെ കല്ലാക്കാനുള്ള ഒരു മനസ്സ് ഗൗതമന് ഇല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിനപ്പുറം രണ്ട് കഥനങ്ങളുടെയും താളവും ശ്രുതിയും സ്വരവും ചേരുന്നില്ല. ബാലകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നു അഹല്യ പാപം ചെയ്തത് അറിഞ്ഞുകൊണ്ടാണ് എന്ന്. ഉത്തരകാണ്ഡത്തിൽ പറയുന്നു താൻ അറിയാതെയാണെന്ന്. ബാലകാണ്ഡത്തിൽ ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷമിട്ട് വരുന്നു. ഉത്തരകാണ്ഡത്തിൽ വേഷം മാറാതെ പതുങ്ങി വരുന്നു. ബാലകാണ്ഡത്തിലെ ഇന്ദ്രൻ ആരോടും ദ്വേഷമില്ലാതെ തീർത്തും കാമവിവശനായിട്ട് പ്രാപിക്കാനെത്തുന്നു. ഉത്തരകാണ്ഡത്തിലെ ഇന്ദ്രൻ അതുല്യ സുന്ദരിയായ കന്യയെ തപസ്വിക്ക് സഹധർമ്മയായിട്ട് സൃഷ്ടാവ് കൊടുത്തതിൽ ക്രുദ്ധനായിട്ട് പകപോക്കാനായിട്ട് പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഉത്തരകാണ്ഡത്തിൽ പർണശാലയിൽ വെച്ച് പിടിക്കപ്പെടുന്നു. ബാലകാണ്ഡത്തിലെയും ഉത്തരകാണ്ഡത്തിലെയും ശാപങ്ങൾ രണ്ടു വിധമാണ്. ബാലകാണ്ഡത്തിൽ കുറ്റം ചെയ്യുന്നവൻ വിഫലനാകുന്നു, ചെയ്ത് തക്ക തെറ്റിനുള്ള ശിക്ഷ കിട്ടുന്നില്ല. ദേവേന്ദ്രൻ എന്ന ഉന്നത സ്ഥാനം പോയി ശത്രുവിന് അടിമപ്പെടുക എന്നതാണ് കിട്ടുന്ന ശിക്ഷ. ആ സ്ഥാനം തിരിച്ചു കിട്ടിയാൽ തന്നെ അത് സ്ഥിരമല്ലാതെയുമാകും എന്നതാണ്. ഇങ്ങനെ ഒരേ സംഭവത്തെക്കുറിച്ചുള്ള ബാലകാണ്ഡത്തിലെയും ഉത്തരകാണ്ഡത്തിലെയും വ്യത്യസ്ത കഥനങ്ങൾ അഥവാ പൊരുത്തക്കേടുകൾ നമ്മെ അസന്ദിഗ്ധമായി ഒരു നിഗമനത്തിലെത്തിക്കുന്നു. രണ്ട് കഥനങ്ങളുടെയും കഥാകാരന്മാർ ഒന്നല്ല. ബാലകാണ്ഡത്തിലെ കഥാകാരൻ വാൽമീകി ആയതുകൊണ്ട് ഉത്തരകാണ്ഡത്തിലെ കഥാകാരൻ മറ്റാരോ ആയിരിക്കണം. വാൽമീകിയാകാൻ സാധ്യതയില്ല എന്നാണ് ഹരിയേട്ടൻ പറയുന്നത്. കാരണം ഇത്രയധികം വ്യത്യാസങ്ങൾ ഒരേ കഥ പറയുമ്പോഴും വീണ്ടും പറയുമ്പോഴും, ഫ്ലാഷ് ബാക്കായിട്ട് പറയുമ്പോഴും ആക്ച്വൽ നടന്ന സംഭവം പറയുമ്പോഴും തമ്മിൽ ഇത്രയധികം വ്യത്യാസം, നേരിയ വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ വേറൊരാൾ നരേറ്റ് ചെയ്യുന്നു ഒക്കെ. ഈ നരേഷനും റീനരേഷനും തമ്മിൽ ഇത്രയധികം വ്യത്യാസം വരണമെങ്കിൽ അതിനർത്ഥം ഈ റീനരേഷൻ വേറെ ആരും എഴുതിയതാണ്, വാൽമീകി എഴുതിയതല്ല. ആ ഭാഗം നിശ്ചയമായും പിന്നീട് മറ്റാരോ കൂട്ടിച്ചേർത്തതായിരിക്കണം. ഇതുപോലെയുള്ള മറ്റ് പല അവസരങ്ങളുടെയും പേരിൽ ഉത്തരകാണ്ഡം മുഴുവൻ പ്രക്ഷിപ്തമാണ് എന്നൊരു അഭിപ്രായവും ഉണ്ട്. പഴയവരും പുതിയവരുമായ ഒട്ടേറെ ഗവേഷകന്മാരുടെ പിൻബലവും അതിനുണ്ട് എന്ന് ഹരിയേട്ടൻ പറയുന്നു. എന്നാൽ ഖണ്ഡിതമായിട്ട് ഉത്തരകാണ്ഡം മൊത്തം തന്നെ തള്ളിക്കളയേണ്ടതാണ് എന്ന് ഹരിയേട്ടൻ പറയുന്നില്ല. ഗവേഷകരുടെ പിൻബലമുണ്ട് എന്ന് മാത്രം പറയുന്നു. അങ്ങനെ ഒരു വാദം ഉണ്ട്, അതിന് ഗവേഷണത്തിൻ്റെ പിൻബലവുമുണ്ട്. ഹരിയേട്ടൻ അതവിടെ വിടുന്നു. ഏതായാലും അഹല്യയുടെ മാർഗഭ്രംശവും ശാപവും ശാപമോക്ഷവും ഭാരതീയ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ച സംഭവമാണ്. അതിൻ്റെ ധാർമ്മികവും സാംസ്കാരികവും സാമൂഹികവുമായ പ്രസക്തി ഇന്നും തുടരുന്നു. ചെയ്ത പാപത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്നത് അപ്രസക്തമാണ്. അഹല്യ എങ്ങനെ
പരിപൂർണ മാർജനം നേടി എന്നുള്ളതാണ് കഥയിൽ നിന്ന് ഭാരതീയ സമൂഹം ഉൾക്കൊണ്ട സന്ദേശം. എന്നും സ്മരിക്കപ്പെടേണ്ട പഞ്ചകന്യകളിൽ ഒന്നായി അഹല്യ ഇന്നും പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അഹല്യ അറിഞ്ഞുകൊണ്ട് ചെയ്തോ അറിയാതെ ചെയ്തോ അത് അപ്രസക്തമാണ്. അഹല്യ അതിൽ നിന്ന്, അതിൻ്റെ അനന്തരഫലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഏത് മാർഗത്തിലൂടെയാണ്? കഠിന തപസ്സിലൂടെ രാമനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആ കാട്ടിൽ ഒറ്റയ്ക്ക് ഭസ്മം പൂശിയ അഹല്യ എന്ന സർവാംഗ സുന്ദരിയായ സ്ത്രീ, അവരെ കാണാൻ ആരും വരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. അവർ കണ്ണു തുറന്നപ്പോൾ രാമൻ, മര്യാദാ പുരുഷോത്തമൻ, നരകുഞ്ചരൻ സ്വന്തം കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു. അതാണ് അഹല്യ. അന്നു മുതൽ അഹല്യ പരിശുദ്ധയായി പഞ്ചകന്യകളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നു. സോ ഇതിൽ നിന്ന് മെസ്സേജ് എന്താ? യു ക്യാൻ കം ഔട്ട്, ഓക്കെ, യു കമ്മിറ്റഡ് എ മിസ്റ്റേക്ക് ഓർ യു കമ്മിറ്റഡ് എ ക്രൈം വിച്ച് വാസ് ഹോറിബിൾ, സംതിങ് ടെറിബിൾ യു ഹാവ് ഡൺ. ആൻഡ് നമ്മൾ പലപ്പോഴും ചെയ്തു പോയതിൽ വലിയ പശ്ചാത്താപവും പ്രശ്നവും ഒക്കെ ആയിട്ട് മനുഷ്യനെ വേട്ടയാടുന്നതിൽ വലിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് കുറ്റബോധം. കുറ്റബോധം വേട്ടയാടുന്നവരുടെ വല്ലാത്തൊരു അവസ്ഥയാണ്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത്. ബട്ട് അതുപോലും നിങ്ങൾക്ക് രാമനിലൂടെ സാധിച്ചെടുക്കാം, രാമശബ്ദത്തിലൂടെ, രാമനാമ ജപത്തിലൂടെ. അത് സാധിച്ചെടുത്തതിൻ്റെ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക്, ഒരു മൂർത്തരൂപം എന്ന നിലയ്ക്കാണ് വാൽമീകി അഹല്യ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അഹല്യയുടെ സന്ദേശം വളരെ വലുതാണ്. ഈ രാമായണം സ്ത്രീവിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നവർ എന്താ പറയുക, വളരെ ലോ ലെവലിൽ ആലോചിച്ച് ഇന്നത്തെ നമ്മുടെ ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടല്ലോ, ഇന്ന് കല്യാണം കഴിക്കുക, നാളെ ഡൈവോഴ്സ് ചെയ്യുക, ഇതുപോലെ ചുമ്മാ തുള്ളിക്കളിച്ച് നടക്കുന്ന സ്വഭാവം, ഇതൊക്കെ വെച്ചിട്ട് 5000 വർഷം 8000 വർഷമൊക്കെ പഴക്കമുള്ള ഗ്രന്ഥങ്ങളെ നമ്മൾ വിമർശിക്കുമ്പോഴാണ് ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. അങ്ങനെയൊക്കെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അത് അതിൻ്റെ പാട്ടിൽ നടക്കട്ടെ. രാമനാമം, രാമശബ്ദം, അഹല്യയ്ക്ക് പോലും മോക്ഷം കിട്ടിയ ഒരു ദർശനമാണ് രാമൻ എന്ന വിഗ്രഹം. അത് മാത്രം നമ്മൾ മനസ്സിൽ വയ്ക്കണം. താങ്ക് യു.